ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഹലോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ കൂട്ടുകാരെ. എന്തെങ്കിലും താടിക്കും കൈ കൊടുത്ത് ശോകമായിട്ടിരിക്കുന്നതെന്നല്ലേ? ഇപ്പം സമയം രാത്രി 1:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാനും അപ്പുക്കുട്ടനും ഇങ്ങനെ ഉണർന്നിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പുക്കുട്ടനെ ഉറങ്ങിയിട്ടില്ല ഇത്ര നേരമായിട്ടും. ഉറങ്ങുമ്പോൾ 2 മിനിറ്റ് ഉറങ്ങും, പിന്നെ അങ്ങനെ എണീറ്റിരിക്കുക. ഭയങ്കര കരച്ചിലൊക്കെ ആയിട്ട് ഭയങ്കര മേൽവേദനയാണ് കേട്ടോ. കയ്യും കാലും ഒക്കെ നല്ല വേദന, മേലൊക്കെ തൊടുമ്പോഴത്തേനും ഭയങ്കര വേദന. എവിടെ വേദനയാണെന്ന് അവനും പറയാനും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ കല്യാണത്തിനൊക്കെ പോയി വന്ന് കുറേ നേരം ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ ചുരുട്ടി പിടിച്ചിങ്ങനെ എടുത്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. മേലൊക്കെ ഫുള്ളും വേദന. ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അവനൊരു 9 മണിയൊക്കെ ആകുമ്പോൾ കിടന്നു നല്ലതുപോലെ ഉറങ്ങി രാവിലെ 8 മണി വരെ കിടന്ന് ഉറങ്ങുന്നൊരു കുട്ടിയാണ്. വല്ലപ്പോഴും വല്ല ഫീവറൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഉറക്കമൊഴിച്ച് ഇരിക്കൽ. പക്ഷേ ഇപ്പോൾ എന്തെന്നറിയില്ല, ഇന്ന് ഭയങ്കര ഒരു പെയിന്. അത് ഞാൻ ചെവിയും തലയൊക്കെ ഒന്ന് ചൊറിഞ്ഞു കൊടുത്തു, എവിടെയെങ്കിലും കടിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ. അപ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയാണ്, കിടക്കാൻ സമയത്ത് ചെവിയും തലയും മേലൊക്കെ ഒന്ന് ചൊറിഞ്ഞു കൊടുക്കുവാൻ. ചൊറിയാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ തടവാനോ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഒരു കുട്ടികൾക്കും വരാതിരിക്കട്ടെ. ഇനി ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഇത് വല്ലാത്തൊരവസ്ഥയാണ്. എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് ഒരു ഉറുമ്പ് കടിച്ചാൽ പോലൊന്നും ചൊറിയാനോ അങ്ങനത്തെ ഒരു പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അവന് ഞാൻ ഇച്ചിരി മൂവൊക്കെ തേച്ച് കൊടുത്ത് ചൂടൊക്കെ പിടിച്ച് ഒരു കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇച്ചിരി വേദന കുറവുള്ള പോലെ ഉണ്ട് മൂവൊക്കെ തേച്ചപ്പം. അപ്പം ഇങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ രണ്ടാളും കൂടെ. അപ്പോൾ ഉറങ്ങാൻ പറയുമ്പോഴത്തേനും ഒരു ചെറിയ ചിരിയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ കരച്ചിൽ തുടങ്ങും. അപ്പോൾ എന്തായാലും ഉറങ്ങട്ടെ എന്നോർത്ത് ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അച്ഛനും മോളാണെങ്കിൽ അവിടെ അപ്പുറത്ത് കിടന്ന് ഉറങ്ങണ്ടേ, അവരെങ്കിലും ഉറങ്ങട്ടെ എന്നോർത്ത് ഞങ്ങൾ രണ്ടാളിങ്ങനെ ഇതായിരിക്കണം.